ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു എം ടീസ് വീഡിയോ ആണ്. ഞാൻ റെഗുലർ ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എം ടീസ് വീഡിയോ. ഞാൻ ഇതിന് മുൻപ് കുറച്ച് കാലം കൊണ്ട് യൂസ് ചെയ്ത് തീർത്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ മിനി റിവ്യൂസുമായിട്ടാണ് ഞാൻ നോർമലി എം ടീസ് വീഡിയോയിൽ വരാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇതിന് മുൻപുള്ള വീഡിയോസിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇത്തവണത്തെ വീഡിയോയ്ക്കകത്ത് കൂടുതലും വിൻ്റർ കെയറുമായി ബന്ധപ്പെട്ട് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും ബോഡി കെയർ പ്രൊഡക്റ്റുകളുടെയും എം ടീസ് ആണ് കൂടുതലും കാണിച്ചിട്ടുള്ളത്. മേക്കപ്പ് പ്രൊഡക്റ്റുകൾ വളരെയധികം കുറവാണ് ഇത്തവണത്തെ വീഡിയോയ്ക്കകത്ത്. ദ റീസൺ ഇസ് ആസ് ഇറ്റ് വാസ് വിൻ്റർ ഞാൻ കൂടുതലും സ്കിൻ കെയറിലായിരുന്നു, ബോഡി കെയറിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. സോ കൂടുതലും മേക്കപ്പിലൊന്നുള്ള സമയം പോലും കിട്ടിയിരുന്നില്ലായിരുന്നു. All my product empties are like winter skincare products or body care products. അപ്പോൾ അവയെ പറ്റിയിട്ടുള്ള എൻ്റെ മിനി റിവ്യൂസ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉണ്ടാവുക. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈ സ്കിൻ കെയർ എം ടീസ്. അതിൽ തന്നെ ഞാൻ ആദ്യം എൻ്റെ ഫേസ് വാഷ് എം ടീസ് കാണിക്കാം. അതിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഫേസ് വാഷ് എം ടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ബയോഡെർമ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു പ്യൂരിഫൈങ് ക്ലെൻസിങ് ഫോമിങ് ജെല്ലാണ്. 200 ml പാക്കേജ് ആണ്. മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് 500 rupees വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഫുൾ പാക്കേജ് ഞാൻ യൂസ് ചെയ്ത് തീർത്തതാണ്. ആൻഡ് ഒരു റിവ്യൂ പറയുവാണെങ്കിൽ ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. വളരെ കുറച്ച് മാത്രം സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സെൻസിറ്റീവ് സ്കിൻ ആയവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണിത്. സ്കിൻ ഒട്ടും തന്നെ എന്താ പറയുക ഇറിറ്റേറ്റ് ആക്കത്തില്ല, സ്കിന്നിനോട് ഒട്ടും ഹാർഷ് അല്ല. കുറച്ച് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഫോം ആവുകയും ചെയ്യും, നല്ലതുപോലെ ക്ലെൻസ് ആവുകയും ചെയ്യും. എന്നാൽ സ്കിൻ നല്ലതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടിരിക്കുകയും ചെയ്യും, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അല്ലാതെ ഭയങ്കര റഫ് ആവുകയോ ഡ്രൈ ആവുകയോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫേസ് വാഷ് ആണ്. ദേ ക്ലെയിം ഇറ്റ് ആസ് എ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്. ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഫേസ് വാഷ് പോലെയല്ല ഇവരിതിനെ ക്ലെയിം ചെയ്യുന്നത്. മറിച്ച് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഇവരിതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 500 റേഞ്ചിൽ ഈ ഒരു 200 ml എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയാണ്, നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പ്രൈസിൽ നമുക്ക് മാർക്കറ്റിൽ വേറെയും ഫാർമസ്യൂട്ടിക്കൽ ഫേസ് വാഷസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഫേസ് വാഷ് വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് തിങ്ക് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് പർച്ചേസ് ഇറ്റ്. അതർ ദാൻ ദാറ്റ് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ലൊരു ഫേസ് വാഷ് തന്നെയായിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ഫോമിങ് ജെല്ലാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വി ഹാവ് ദിസ് എം ടി. ഈ ഒരു ഫേസ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ അടുത്തായിട്ട് എം ടി ചെയ്തത്. ഇത് പിൽഗ്രിമിൻ്റെ സ്ക്വാലൈൻ ഫോമിങ് ഫേസ് വാഷ് ആയിരുന്നു. 120 ml പാക്കേജ് ആണ്. ഇതിൻ്റെ MRP ഐ എം നോട്ട് പ്രെറ്റി ഷുവർ. ഇതിൻ്റെ ലേബിളൊക്കെ ഫുൾ മാഞ്ഞു പോയി. സോ ഇതിൻ്റെ MRP എത്രയായിരുന്നു എന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബട്ട് ഇറ്റ് വാസ് ഓഫ് 120 ml ക്വാണ്ടിറ്റി. ഒരു ബ്രഷൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫോമിങ് ഫേസ് വാഷ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി എ നൈസ് ഫേസ് വാഷ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരുന്നു. നല്ല പ്രസ് ചെയ്യുന്ന സമയത്ത് ഫോം ആയിട്ട് വരുന്നതുകൊണ്ട് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരുന്നു. വേസ്റ്റേജും വളരെ മിനിമം ആയിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് വരെ റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിൻ ഇറിറ്റേറ്റഡ് ആവത്തില്ല. വളരെ മൈൽഡ് ആയിട്ടുള്ള വേറൊരു നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആയിരുന്നു ഇത്. സോ ദിസ് വാസ് ഓൾസോ എ നൈസ് ഫേസ് വാഷ് വിച്ച് ഐ യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. ദിസ് ഇസ് റിയലി എ നൈസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ക്വാലൈനുമായിട്ട് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഫേസ് വാഷ് വൺസ്. ഇറ്റ് ഈസ് റിയലി എ നൈസ് പ്രോഡക്റ്റ്. ആൻഡ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മൂന്നാമത്തെ ഫേസ് വാഷ് എം ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതും പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു 24 karat ഗോൾഡ് ജെൽ ഫേസ് വാഷ് വിത്ത് കൊറിയൻ വൈറ്റ് ലോട്ടസ് ആൻഡ് ലാക്റ്റിക് ആസിഡ് ആയിരുന്നു. ഇത് പിൽഗ്രിമിൻ്റെ ഒരു എന്താ പറയുക ലക്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫേസ് വാഷ് ആയിരുന്നു. ഇതെനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ അകത്ത് ഈ ഗോൾഡിൻ്റെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഉള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ ഇത്. 80 ml പാക്കേജ് ആയിരുന്നു ഇത് ജെൽ സ്ട്രക്ചറിൽ വരുന്ന ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ഫേസ് വാഷ് ആയിരുന്നു. പക്ഷേ ഗോൾഡൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ MRP ഫോർ 80 ml തന്നെ ഇതിൻ്റെ MRP വാസ് അറൗണ്ട് 395 rupees. 100 ml പോലും ഇല്ല, 80 ml 395 rupees. അവർ ഗോൾഡ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ ക്വാളിറ്റി മാത്രമേ ഇതിന് പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല. സാധാരണ ഒരു ഫേസ് വാഷിൻ്റെ അതേ എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഫെൽ ലൈക്ക് ദിസ് ഇസ് എ ഓവർ ഹൈപ്ഡ് പ്രോഡക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈവൻ ദോ ഇത് എനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണെങ്കിലും ഐ വുഡ് സേ ഒരു നോർമൽ നല്ല ഒരു ഫേസ് വാഷിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും പ്രൈസ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ നോ ഫോർ മീ. കാരണം
ഓവർ പ്രൈസ്ഡ് ആണ്. ഡെഫിനറ്റ്ലി 395 റുപ്പീസ്, 400 റുപ്പീസ് ഫോർ 80 ml എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഒരു നോർമൽ ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് എക്സ്ട്രാ ക്ലെൻസിങ്ങും അല്ല, ഇറിറ്റേഷനും ഉണ്ടാക്കുന്നില്ല. എന്നാൽ മൈൽഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, ലൈക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്, ഹൈഡ്രേഷനൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ഫേസ് വാഷിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ലിറ്റിൽ ബിറ്റ് ഓവർ പ്രൈസ്ഡ്. സോ ഇറ്റ്സ് എ നോ ഫോർ മീ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോയ്സ്ചറൈസർ എംറ്റീസ് ആണ്. ഇതിൻ്റെ അകത്ത് 2 സാമ്പിൾ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ 2 ഫുൾ സൈസ് പ്രൊഡക്റ്റുകളും ഉണ്ട്. ആദ്യം ഞാൻ സാമ്പിൾ പ്രൊഡക്റ്റുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ എംറ്റി സാമ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് പ്ലമിൻ്റെ ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെൽ ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് ഓഫ് MRP 175 റുപ്പീസ്. ഇതിൻ്റെ അകത്ത് അറൗണ്ട് 15 ml ക്വാണ്ടിറ്റിയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് പ്ലമിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു നൈറ്റ് ജെല്ലായിരുന്നു. ഇതിൻ്റെ ഫുൾ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ പ്രൊഡക്റ്റ് ഞാൻ ഗെസ് എന്തിൻ്റെയോ കൂടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതും ഞാൻ യൂസ് ചെയ്ത് തീർത്തതാണ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. സോ ആർക്ക് വേണമെങ്കിലും, എസ്പെഷ്യലി ടാനിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക്, പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് നൈറ്റ് ജെല്ലാണിത്. യു ക്യാൻ ജസ്റ്റ് ട്രൈ ദിസ് ഔട്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. അടുത്ത എൻ്റെ സാമ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എംകെഫിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോമ്പോച്ച ഹൈഡ്രാ റിപ്പയർ മോയ്സ്ചറൈസർ വിത്ത് സെറാമൈറ്റ്സ് ആൻഡ് ഹ്യാലുറോണിക് ആസിഡ് ആണ്. ഇത് 10 ml പാക്കേജ് ആണ്. ഇതിൻ്റെ MRP ഇവരെവിടെയും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ MRP ഇവരെവിടെയും കൊടുത്തിട്ടില്ല. ജസ്റ്റ് മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. സോ ദിസ് വാസ് ആക്ച്വലി സാമ്പിൾ പ്രൊഡക്റ്റ്. എനിക്ക് എവിടെ നിന്നോ, ലൈക്ക് എനിക്ക് തോന്നുന്നു നൈക്കിൽ നിന്നോ അങ്ങനെ എന്തോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു സാമ്പിൾ പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഇതും ഞാൻ ഒരു 3 to 4 times യൂസ് ചെയ്തിട്ടുണ്ട്. 10 ml മോയ്സ്ചറൈസിങ് ലോഷനാണ്. മുഖത്ത് മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ ഫേസ് ക്രീമായിട്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു കുഴപ്പമില്ലാത്ത ഫേസ് ക്രീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് വളരെ ഭയങ്കര എക്സ്ട്രാ ഗുഡ് എന്നെനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഫേസ് ക്രീം പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ ഇതിൻ്റെ ഫുൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ബിക്കോസ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ഒന്നും ആയിരുന്നില്ല. സാമ്പിൾ യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. സോ എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഐ മേ നോട്ട് പർച്ചേസ് ദിസ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ-ഇഷ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് അത്ര കെങ്കേമം എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു പർച്ചേസ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത എൻ്റെ രണ്ടാമത്തെ സാമ്പിൾ മോയ്സ്ചറൈസിങ് എംറ്റി പ്രോഡക്റ്റ്. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ഫുൾ സൈസ് മോയ്സ്ചറൈസർ എംറ്റീസ് കാണിക്കാം. അതിൽ തന്നെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ ബോട്ടിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ഫ്രം ഡോട്ട് ആൻഡ് കീ. ഡോട്ട് ആൻഡ് കീയുടെ സിക്ക കാമിങ് സ്കിൻ റിന്യൂവിങ് നൈറ്റ് ജെല്ലായിരുന്നു ഇത്. 60 ml ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഇറ്റ്സ് റിയലി എ ക്യൂട്ട് പാക്കേജ് that comes from ഡോട്ട് ആൻഡ് കീ. ഇതിൻ്റെ സ്മോൾ സൈസ് പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് പർച്ചേസ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബിഗ് സൈസ് പ്രൊഡക്റ്റ് എടുത്തതാണ്. ആൻഡ് ദിസ് വാസ് ആക്ച്വലി എ വെരി നൈസ് പ്രോഡക്റ്റ്. 60 ml ഈ ഒരു ബോട്ടിലിന് MRP വരുന്നത് 495 റുപ്പീസ് ആയിരുന്നു. ദിസ് ഇസ് റിയലി എ നൈസ് നൈറ്റ് ജെൽ. രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുമ്പോഴേ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മാർക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ പിഗ്മെൻറ്റേഷൻ എവിടെയെങ്കിലും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആക്നെ മാർക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. സോ നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് റിയലി എ നൈസ് പ്രൊഡക്റ്റ്. സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് റിയലി എ നൈസ് പ്രൊഡക്റ്റ്. ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അടുത്ത എൻ്റെ മോയ്സ്ചറൈസർ എംറ്റി എന്ന് പറയുന്നത് ഇതാണ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീം. ഇതിൻ്റെ എംറ്റി ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ തന്നെ വേറെ പാക്കേജസ് എനിക്ക് ഓൾറെഡി ഉള്ളതായിരുന്നു. എനിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു. ഇതും അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അന്നും ഞാൻ പറയുന്നു, ഇന്നും ഞാൻ പറയുന്നു, ദിസ് ഇസ് റിയലി എൻ ഓവർ ഹൈപ്ഡ് പ്രൊഡക്റ്റ്. ഇതിനത്ര ഗ്രേറ്റ് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണിത്. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ജെൽ മോയ്സ്ചറൈസർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അതിന് മാത്രം വലിയ മോയ്സ്ചറൈസിങ് എഫക്റ്റും ഇല്ല. എന്നാൽ ഹൈഡ്രേഷനും അതിന് മാത്രം നൽകുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ്, മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒരു 2 to 3 hours മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇതിന് മുൻപത്തെ എൻ്റെ എംറ്റീസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ് ടു എനിവൺ. ഈവൻ അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ദിസ് ഇസ് ലിറ്ററലി ഹൈപ്ഡ് പ്രൊഡക്റ്റ്.
നിങ്ങൾക്ക് ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു സാധാരണ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നല്ലതുപോലെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു വിൻ്റർ ടൈമിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു മോയ്സ്ചറൈസറാണിത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലൈറ്റ് മോയ്സ്ചറൈസിങ് ഇൻ നേച്ചർ ആൻഡ് ഹൈഡ്രേഷനും വളരെ മിനിമം ആണ്. സോ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ് ടു എവ്രി വൺ. സോ തിങ്ക് ബിഫോർ യു പർച്ചേസ് ദിസ്. അങ്ങനെ എൻ്റെ മോയ്സ്ചറൈസർ എംറ്റീസ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതേസമയം മോയ്സ്ചറൈസറിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു എം ടി പ്രൊഡക്റ്റ് കൂടെ എനിക്കുണ്ട്. അത് ഇതാണ്. ഇത് അലോവേര ജെല്ലാണ്. ഇത് അപ്പോളോ ലൈഫിൻ്റെ അലോവേര ജെല്ലായിരുന്നു. ദിസ് ഇസ് ലൈക്ക് എൻ്റെ അടുത്തുള്ള ഫാർമസിയിൽ നിന്ന് എനിക്കൊരു എമർജൻസി വന്ന സമയത്ത് അലോവേര ജെൽ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി പർച്ചേസ് ചെയ്തൊരു അലോവേര സ്കിൻ കെയർ ജെല്ലായിരുന്നു. ഐ റിമെമ്പർ ഇതിന് 50 റുപ്പീസ് ആയിരുന്നു. 50 റുപ്പീസിന് അറൗണ്ട് എത്രയാ ആണിതിൻ്റെ 100 ഗ്രാമിൻ്റെ അലോവേര ജെല്ലായിരുന്നു 50 റുപ്പീസിന് കിട്ടിയത്. ദിസ് വാസ് ആക്ച്വലി എ നൈസ് ബൈ. നല്ല ഒരു അലോവേര ജെല്ലാണ്. പക്ഷേ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് എന്തായാലും പ്രിഫർ ചെയ്യത്തില്ല. ബിക്കോസ് ഇതിൻ്റെ അകത്ത് കുറച്ച് ആഡഡ് ഫ്രാഗ്രൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള അലോവേര ഒന്നും ആണ് എന്ന് എനിക്ക് അത്ര ലൈക്ക് കുറച്ച് എന്തൊക്കെയോ അഡിറ്റീവ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളതുപോലെ ഫീൽ ചെയ്തതുകൊണ്ട് ഐ മേ നോട്ട് യൂസ് ദിസ് ഓർ പർച്ചേസ് ദിസ് ഇൻ ഫ്യൂച്ചർ. ഒരു എമർജൻസി വന്നപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ എംറ്റീസ് ഓഫ് ദ പാസ്റ്റ് ഫ്യൂ മന്ത്സ്. എൻ്റെ അടുത്ത എം ടി ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ലിപ് ബാം ആണ്. സ്റ്റുഡിയോയിൽ ഒരുപാട് ലിപ് ബാംസ് അവൈലബിൾ ആണ്. അവരുടെ ലിപ് ബാമിൻ്റെ റേഞ്ചിൽ നിന്ന് വരുന്ന ക്രാൻബെറി ലിപ് ബാം ആണിത്. 99 റുപ്പീസ് ഞാൻ പർച്ചേസ് ചെയ്താണ്. ഒരു പിങ്ക് ടിൻറ്റിൽ വരുന്ന ഒരു ലിപ് ബാം ആയിരുന്നു ഇത്. ഇത് കുറേ നാൾ യൂസ് ചെയ്ത് തീർന്നതാണ്. ഇതൊരു നോർമൽ പെട്രോളിയം ജെല്ലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ ലിപ് ബാംസും പോലെ തന്നെയുള്ള ഒരു നോർമൽ ലിപ് ബാമാണ്. അല്ലാതെ ഗ്രേറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഒരു നോർമൽ ലിപ് ബാമാണ്. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി എംറ്റീസ് ഓഫ് മൈൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഇന്നത്തെ സ്കിൻ കെയർ എംറ്റീസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ബോഡി കെയർ എംറ്റീസ് കാണിക്കാം. അതിൽ തന്നെ ആദ്യത്തേതെന്ന് പറയുന്നത് ബോഡി വാഷസ് ആണ്. ബോഡി വാഷസിൽ 3 ബോട്ടിൽസ് ഞാൻ എം ടി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എം ടി ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിവ്യയുടെ ഷവർ ജെല്ലാണ്. വാട്ടർ ലില്ലി ആൻഡ് ഓയിൽ ഷവർ ജെല്ലാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷവർ ജെല്ലാണ്. 250 ml പാക്കേജാണ്. ഓൾമോസ്റ്റ് ഏത് സമയത്തും buy 1 get 1 അല്ലെങ്കിൽ buy 2 get 1 അങ്ങനത്തെ ഓഫേഴ്സൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ഷവർ ജെല്ലാണ്. എനിക്കിതിൻ്റെ ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ ഫോം ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷവർ ജെല്ലാണിത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. മൈൽഡായിട്ടൊരു ഷവർ ജെല്ല് കൂടിയാണ്. സോ ഐ റിയലി ഗോ ഫോർ ദിസ് ഓൾസോ. ഇനിയും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഷവർ ജെല്ലാണിത്. So this is a nice shower gel if you want a mild at the same time good shower gel. എൻ്റെ അടുത്ത എം ടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഹെൽത്ത് ആൻഡ് ഗ്ലോയുടെ ലെമൺ ഫ്രേഗ്രൻസിൽ വരുന്നൊരു ഷവർ ജെല്ലാണ്. ഇതും buy 1 get 1 എനിക്ക് കിട്ടിയതായിരുന്നു. സോ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഷവർ ജെല്ലാണ് കേട്ടോ. നിങ്ങൾ ഒത്തിരി ബോഡി ആക്നെ പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഒത്തിരി ബോഡി ഓയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ലതുപോലെ സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷവർ ജെല്ലാണ് കേട്ടോ ഇത്. സമ്മർ ടൈമിലോട്ട് അല്ലെങ്കിൽ സമ്മർ കഴിഞ്ഞ് അല്ലെങ്കിൽ മൺസൂണിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത ഷവർ ജെല്ലാണ്. വിൻ്ററിലോട്ട് ഇതധികം ചൂസ് ചെയ്യേണ്ട. ബിക്കോസ് ഒത്തിരി എന്താ പറയുക ഡ്രൈയിങ് ആയിട്ടുള്ളൊരു ഷവർ ജെല്ലും കൂടിയാണിത്. സോ ഇത് 300 ml ഒരു ബോട്ടിലായിരുന്നു. ഇതിൻ്റെ MRP ഐ എം നോട്ട് വെരി ഷുവർ. ആ സമയത്ത് buy 1 get 1 കിട്ടിയതുകൊണ്ട് I don't actually remember how much it was. Yeah, it was 299 rupees for single bottle at that time. Buy 1 get 1 ആയിരുന്നു. സോ 300 റുപ്പീസിന് എനിക്ക് 2 ബോട്ടിൽ കിട്ടിയിരുന്നു. സോ നിങ്ങൾക്ക് ഒരു ബോഡി ആക്നെ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം സ്വെറ്റി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർ ജെല്ലാണ് കേട്ടോ ഇത്. അതേസമയം നിവ്യയുടെ ഈ ഒരെണ്ണം ഇതിന് മുമ്പ് ഞാൻ കാണിച്ചത് ഇത് 250 ml പാക്കേജ് ആയിരുന്നു. ഇതിൻ്റെ MRP വരുന്നത് 275 റുപ്പീസാണ്. ഇതും 275 അറൗണ്ട് buy 1 get 1 കിട്ടുന്നത് കൊണ്ട് 275 റുപ്പീസിന് നിങ്ങൾക്ക് 2 ഷവർ ജെല്ല് കിട്ടും. ഇത് പക്ഷേ നിങ്ങൾക്കൊരു നോർമൽ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു ക്യാൻ ഗോ ഫോർ ദിസ് ഷവർ ജെൽ. And my third shower gel empty is this one. ഇത് ഡോവിൻ്റെ 800 ml ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷ് ആണ്. ഡോവിൻ്റെ നോർമൽ ബോഡി വാഷ് ആണിത്. ഇതിൻ്റെ MRP വരുന്നത് 520 റുപ്പീസാണ് 800 ml ഈ ഒരു ബിഗ് ബോട്ടിലിന്.
ഇത് ഞാൻ എം ടി ആക്കിയിട്ടുണ്ട്. എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡീപ്പ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ബോഡി വാഷാണിത്. ഇറ്റ് റിയലി ഈസ് എ നൈസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് നല്ലതുപോലെ ഫോമിങ് ആയിട്ടുള്ള നല്ല ഫ്രേഗ്രൻസിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ബോഡി വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബോഡി വാഷാണിത്. ദിസ് ഈസ് ഓൾസോ സംതിങ് ഐ റിയലി ലൈക്ഡ്. So definitely go for this product if you are looking for a body wash which is pocket friendly at the same time നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയുള്ള ബോഡി കെയർ എംറ്റീസിൽ 2-3 ബോഡി ലോഷൻസ് ആണ് കാണിക്കാനുള്ളത്. അത് തന്നെ ആദ്യം കാണിക്കാനുള്ള 2 ബോട്ടിൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും സെയിം ആണ്. ഇത് ഡോവിൻ്റെ സപ്പിൾ ബൗൺസ് ഇലാസ്റ്റിസൈസിങ് ബോഡി ലോഷൻ ഫോർ ഡ്രൈ സ്കിൻ ആണ്. ഞാൻ ഡ്രൈ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിൻ്റെ ബോഡി ലോഷൻസ് ആണ് ഇപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. സോ ഐ നോർമലി ഗോ ഫോർ ഡ്രൈ സ്കിൻ വാല ഓർ ദിസ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്സിൽ വരുന്ന ബോഡി ലോഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡോവിൻ്റെ ബോഡി ലവ് സപ്പിൾ ബൗൺസ് ബോഡി ലോഷൻ ഫോർ ദ ഡ്രൈ സ്കിൻ ആണ്. ഇതിൻ്റെ MRP വരുന്നത് 540 rupees ആണ്. ഇത് ടോട്ടൽ അറൗണ്ട് ബോട്ടിൽ എന്ന് പറയുന്നത് 400 ml ബോട്ടിലാണ്. ഈ 2 ബോട്ടിലും ഞാൻ യൂസ് ചെയ്ത് തീർത്തതാണ്. ദിസ് ഈസ് ഓൾസോ ലൈക്ക് ഇസ് റിയലി എ വെരി നൈസ് പ്രോഡക്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 എണ്ണം പർച്ചേസ് ചെയ്തത്. ഇനിയും ഞാൻ ഇത് തന്നെ പർച്ചേസ് ചെയ്യാൻ ചാൻസസ് കൂടുതലുള്ളൂ ബിക്കോസ് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോവിൻ്റെ ഷവർ ജെല്ലിൻ്റെ കാര്യം പോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതേസമയം നമുക്ക് നല്ല ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. കൊടുക്കുന്ന ക്യാഷ് ഫുൾ നമുക്ക് വർത്ത് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോഡി ലോഷനാണിത്. സോ യു ക്യാൻ ഓൾസോ ഗോ ഫോർ ദിസ് ബോഡി ലോഷൻ. ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ് ഓൾസോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ബോഡി ലോഷൻ്റെ സാമ്പിളാണ്. സിറോണ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ നിന്ന് വരുന്ന ഹൈഡ്രേറ്റിംഗ് ബോഡി ലോഷനാണിത്. ഇതിനകത്ത് കൊക്കോ ബട്ടറും അതുപോലെ തന്നെ അലോവേരയും ഒക്കെ അടങ്ങിയിട്ടുള്ള 20 ml ഒരു ചെറിയ സാമ്പിൾ ബോട്ടിലായിരുന്നു ഇത് ഞാൻ എവിടുന്നോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ MRP ഇവർ ബോട്ടിൽ കൊടുത്തിരിക്കുന്നത് 75 rupees ആണ്. സോ ഇതിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ-ഇഷ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഐ എം നോട്ട് ഗോയിങ് ടു ഓർ ഐ എം നോട്ട് പ്ലാനിങ് ടു പർച്ചേസ് ദിസ് ഇൻ ഫ്യൂച്ചർ ബിക്കോസ് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്ത ഒരു ബോഡി ലോഷനായിരുന്നു ഇത്. So I'm not recommending this also to the people who watches this video. So that's it about this product. ഇനി നമുക്ക് കുറച്ച് റാൻഡം ആയിട്ടുള്ള എൻ്റെ എംറ്റീസ് കാണാം. ഫസ്റ്റ് എംറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് പ്ലമ്മിൻ്റെ ഒരു ഷാംപൂ ആണ്. ഹെയർ ഷാംപൂ ഹൈബിസ്കസ് ആൻഡ് സെറാമൈഡ്സിൻ്റെ ലോങ് ആൻഡ് ഹെൽത്തി ഷാംപൂ ആണ്. 250 ml പാക്കേജാണ്. 349 MRP വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് എനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു. ഇത് ഞാൻ ഫുൾ യൂസ് ചെയ്തതാണ്. എൻ്റെ മുടിക്ക് അതല്ലെങ്കിൽ എൻ്റെ ഹെയർ ടൈപ്പിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാംപൂ ആയിരുന്നു ഇത്. എനിക്ക് ഹെയർ ഫോൾ നല്ലതുപോലെ കുറയുകയും ചെയ്തു. എൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ വളരുകയും ചെയ്തു. അതുപോലെ തന്നെ നല്ലതുപോലെ സ്ട്രോങ് ആവുകയും ചെയ്തിരുന്നു ഈ ഒരു ഹെയർ ഷാംപൂ യൂസ് ചെയ്ത സമയത്ത്. സോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണിത്. ദിസ് ഇസ് റിയലി എ നൈസ് പ്രോഡക്റ്റ്. യു ക്യാൻ ഈവൻ ട്രൈ ദിസ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത എംറ്റി എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ മിനിസോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത എക്സ്ക്യൂസിറ്റ് ബ്ലൂം എന്ന് പറയുന്ന ബ്ലൂമിങ് ഊതി തോയിലെ ആണ്. 30 ml പാക്കേജ് ആയിരുന്നു. ഇതിൻ്റെ MRP അറൗണ്ട് 350 rupees വന്നത്. ഇതൊരു ഒരു സോഫ്റ്റ് റോസി ആയിട്ടുള്ള ഫ്രേഗ്രൻസിൽ വരുന്ന ഒരു എന്താ പറയുക പെർഫ്യൂമാണ്. ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്തില്ല. ഒരു 2 to 3 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ നൈസ് പെർഫ്യൂം. ഇഫ് യു ആർ എ പെർഫ്യൂം ലവർ, കുറച്ച് ഫ്രൂട്ടി ആയിട്ടുള്ള ഫ്ലവറി ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. മിനിസോയിലൊക്കെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ദിസ് ഔട്ട് ആൻഡ് പർച്ചേസ് ഇഫ് യു വാണ്ട് എ ഫ്രൂട്ടി ഫ്ലവറി ഫ്രേഗ്രൻസിലുള്ളൊരു പെർഫ്യൂം താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് ഓൾസോ ഫ്രം മിനിസോ. എൻ്റെ അടുത്ത എംറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഈ ഒരു കോമ്പാക്ട് പൗഡർ ഷുഗർ പോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് കുറേ നാളായി. ഇതിൻ്റെ ഷെയ്ഡൊക്കെ കംപ്ലീറ്റ്ലി മാഞ്ഞു പോയി. നമ്പർ 2 ബേജിൽ വരുന്ന ബേജ് ഷെയ്ഡിൽ വരുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു ഇത്. ഞാൻ ഫുള്ളി ഇത് യൂസ് ചെയ്ത് തീർത്തതാണ്. യു ക്യാൻ സീ ദിസ് ഓൾസോ. ഇത് എൻ്റെ സ്കിൻ ടോണിന് പെർഫെക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു. ഐ റിയലി ലൈക്ഡ് ഇറ്റ് ഓൾസോ. സോ ഇതിൻ്റെ MRP വാസ് അറൗണ്ട് 200 rupees.
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു. യു ക്യാൻ ഓൾസോ ഡെഫിനറ്റ്ലി ട്രൈ പർച്ചേസിങ് ദിസ്. കോമ്പാക്ട് പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് പ്രോഡക്റ്റ്. ഇനി ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് എം ടി പ്രൊഡക്റ്റ് കാണിക്കാം. അത് ദേ ഈ ഒരു നെയിൽ പോളിഷാണ്. ഇത് നെയിൽ പോളിഷിൻ്റെ ബേസ് കോട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് നൈക്കയുടെ ഇൻസ്റ്റലൈക്ക് നെയിൽ ഇനാമലായിരുന്നു. ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു നെയിൽ ഇനാമലാണ്. ഐ യൂസ്ഡ് ഇറ്റ് ഫുള്ളി ആൻഡ് ഐ ഫിനിഷ് ദിസ് ബോട്ടിൽ ഓൾസോ. ഇതിൻ്റെ MRP വരുന്നത് 120 റുപ്പീസ് ആയിരുന്നു. അറൗണ്ട് 10 ml ഒരു പാക്കേജാണിത്. സോ ദിസ് വാസ് ഓൾസോ എ നൈസ് പ്രൊഡക്റ്റ്. ഇത് ഞാൻ എപ്പോഴും വീണ്ടും റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കാറുണ്ട് നെയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് വാസ് ഓൾസോ എ നൈസ് പ്രൊഡക്റ്റ്. ഐ വിൽ അഗെയിൻ പർച്ചേസ് ഇറ്റ് ആൻഡ് ഐ ഈവൻ റെക്കമെൻഡ് ദിസ് ടു എവറി വൺ. ബിക്കോസ് നിങ്ങൾ നെയിൽ പോളിഷ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബേസ് കോട്ട് ഇട്ടതിന് ശേഷം നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിൽ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സോ ദിസ് ഇസ് ഓൾസോ എ പ്രൊഡക്റ്റ് ദാറ്റ് ഐ വിൽ റെക്കമെൻഡ് ടു എവറി വൺ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇത്തവണ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് MT ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ.